സോ ഗൈസ് ഫൈനലി നമ്മുടെ ഗെയിമിലേക്ക് ഹോളിയൊക്കെ വന്ന കാര്യം നിങ്ങൾ അറിഞ്ഞു കാണും. എന്തായാലും ഹോളിയോടനുബന്ധിച്ച് തന്നെ നമ്മുടെ വീടങ്ങനെ ഇങ്ങനെ ഹോളിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കളറൊക്കെ അടിക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. എന്തായാലും ഗീസ് ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ ഗീസ് നമ്മുടെ ഗെയിമിലേക്ക് ഒരു സ്നേക്ക് മോൺസ്റ്റർ എന്ന് വേണമെങ്കിൽ പറയാം, അതും ആഡായിട്ടുണ്ട്. അതെങ്ങനെ എടുക്കാമെന്നൂടെ ഞാൻ പറഞ്ഞുതരാം. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇപ്പോൾ തന്നെ പോയിട്ടൊന്ന് ലൈക്ക് ചെയ്തിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തായിരിക്കാവുന്ന ബെല്ലൈക്കൺ ഓപ്ഷൻ സെറ്റ് ചെയ്യാനായിട്ട് ഒട്ടും മറക്കരുത്. എന്നിട്ട് ഗൈസ് നിങ്ങളുടെ ഇന്ത്യൻ ബൈ ഡ്രൈവിംഗ് 3D കളിക്കുന്ന കൂട്ടുകാരിലേക്ക് മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും ഇതൊക്കെ എടുക്കട്ടെ ഗൈസ്. എന്തായാലും ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഇതൊക്കെ എടുക്കുന്നതെന്ന്. ഫുള്ളായിട്ടും ഹൗസും അതുപോലെ തന്നെ നമ്മുടെ ആ പോലീസ് സ്റ്റേഷൻ ഫുള്ളായിട്ട് ഞാൻ ആ ഒരു ഹോളിയുടെ തീം ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് എങ്ങനെ ഇത് ചെയ്യാമെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം. മാക്സിമം എൻ്റെ വരെ കാണാനായിട്ട് ശ്രമിക്കാം. എന്തായാലും ഗൈസ് ഞാനിവിടെ 2 ഹൗസും അങ്ങനെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണേൽ ഫുള്ള് സിറ്റി തന്നെ അങ്ങനെ ചെയ്യാനായിട്ട് പറ്റും. എന്തായാലും എങ്ങനെ ചെയ്യാമെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതിന് മുന്നേ ഗൈസ് വേറൊരു കാര്യം കൂടെ നമ്മുടെ ഗെയിമിലേക്ക് ഒരു സ്നേക്ക് മോൺസ്റ്റർ വന്നിട്ടുണ്ട്. എന്തായാലും അതെങ്ങനെ എടുക്കാമെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അടുത്തൊരു വീഡിയോയിൽ അതെങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ആദ്യം വേണമെങ്കിൽ 3 പിക്ചേഴ്സ് വേണം. 3 പിക്ചേഴ്സ് നമ്മുടെ വാട്സപ്പ് ചാനലിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് ചാനലിൽ കയറിയാണ് നിങ്ങൾക്ക് ഈ പിക്ചേഴ്സ് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. എന്നിട്ട് നിങ്ങൾ RG സ്റ്റോളിൽ കയറിയിട്ട് ഞാനിവിടെ അടിക്കുന്ന കോഡ് തന്നെ അടിക്കുക ഗൈസ്. BAN1 എന്ന് പറഞ്ഞ് അടിച്ചിട്ട് അപ്പോൾ നിങ്ങളുടെ ഒരു ഗാലറി ഓപ്പണായി വരും. അപ്പോൾ ഒരു ഇത് സെലക്ട് ചെയ്യുക. എന്നിട്ട് BAN2 എന്ന് പറഞ്ഞ് അടിച്ചിട്ട് സെലക്ട് ചെയ്യുക. എന്നിട്ട് BAN10 വരെ ഇങ്ങനെ സെലക്ട് ചെയ്ത് പോകണം. സെലക്ട് ചെയ്ത് മാത്രം കേസ് നിങ്ങൾക്ക് നിങ്ങളുടെ ഗെയിമിലേക്ക് ഹോളി ഹൗസും അതുപോലെ തന്നെ ആ തീമിലുള്ള സിറ്റിയും കൊണ്ടുവരാനായിട്ട് പറ്റത്തുള്ളൂ. ഞാൻ ഏതോ ഒരു ഇത് അടിച്ചില്ലായിരുന്നു, അത് കാരണമാണ് നമ്മുടെ ഹൗസ് മാത്രമായിട്ട് കിട്ടിയത്. അല്ലെങ്കിൽ ഫുള്ളായിട്ട് കിട്ടുന്നതാണ്. എന്തോ പറ്റിയിട്ടാണെങ്കിൽ അങ്ങനെ വന്നത്. കാരണം ഞാൻ ഏതോ ഒരു കോഡിൽ നമ്മുടെ ആ ഒരു പിക്ചർ സേവ് ചെയ്തില്ലായിരുന്നു, അത് കാരണമാണ്. എന്തായാലും നിങ്ങൾ 10 വരെ മാക്സിമം സേവ് ചെയ്യുക. ഈ 10 വരെ സേവ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ഹോളി ഹൗസ് കിട്ടത്തുള്ളൂ. എന്തായാലും ഇതിൻ്റെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഈ നമ്മുടെ ഗെയിമിലേക്ക് ഒരു കാർ ആടാനായിട്ട് പോകുന്നുണ്ട്. അതിനെപ്പറ്റിയൊക്കെ നമുക്ക് കുറേയധികം ലീക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. അടുത്തൊരു വീഡിയോയിൽ അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ഗൈസ്. എന്തായാലും ഇപ്പം നിങ്ങൾ ഇതൊക്കെ ഒന്ന് കണ്ടു വെക്കുക. കാരണം ഞാനിങ്ങനെ 10 വരെയൊക്കെ ഡയൽ ചെയ്ത് ഇട്ടിട്ടുണ്ട്. എന്നാലും ആ കോഡ് അടിച്ചു കഴിഞ്ഞ് നിങ്ങളൊരു ലിങ്ക് ലോഡ് ചെയ്യണം. ഞാൻ ഇതിൻ്റെ അകത്ത് മണ്ടത്തരം കാണിച്ചത് ഞാൻ ആദ്യം ആ ലിങ്ക് ലോഡ് ചെയ്തില്ലായിരുന്നു. ആ ലിങ്ക് നമ്മുടെ വാട്സപ്പ് ചാനലിൽ കിട്ടും. വാട്സപ്പ് ചാനലിൽ കയറാത്ത കൂട്ടുകാരാണ് വാട്സപ്പ് ചാനലിൽ ജോയിൻ ആയിരിക്കുക. വാട്സപ്പ് ചാനൽ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. എന്തായാലും ഗൈസ് അതിൻ്റെ അകത്ത് കയറിയിട്ട് ആ ലിങ്ക് ലോഡ് ചെയ്യണം. ഇത് കഴിഞ്ഞിട്ട് വേണം ഗൈസ് നിങ്ങൾ ഇത്രയും സേവ് ചെയ്തിട്ട് ആ ലിങ്ക് കൂടെ ലോഡ് ചെയ്താൽ മാത്രമേ നമ്മുടെ ഗെയിമിലേക്ക് ഈ ഒരു ഹൗസൊക്കെ ആഡാകത്തുള്ളൂ. എന്നാലും ഞാനിവിടെ BAN9 വരെ ഇപ്പോൾ ഡയൽ ചെയ്യുന്നുണ്ട്. എന്നിട്ട് BAN10 ഡയൽ ചെയ്യണം. എന്തായാലും ഞാൻ ഓൾമോസ്റ്റ് എല്ലാം ഡയൽ ചെയ്തായിരുന്നു. അപ്പോഴത്തേക്കും BAN10 ഞാൻ അടിച്ചില്ലെന്ന് തോന്നുന്നു. 10 അടിച്ചിരുന്നെങ്കിൽ നമ്മുടെ സിറ്റി ഫുള്ളായിട്ട് എനിക്ക് ആ ഹോളിയുടെ തീമിൽ കിട്ടിയേനെ. ഇവിടെ ആയിട്ടൊരു പ്രോപ്സ് ഒക്കെ വന്നിട്ടുണ്ട്. എന്തായാലും ഈ നമ്മൾ ഈ ഒന്ന് ബാക്കോട്ട് ഒന്നുകൂടെ കയറാം. ബാക്കോട്ട് കയറുമ്പോൾ കിട്ടത്തില്ല ഈ കാരണം വേറൊന്നുമല്ല, നമ്മൾ ആ ലിങ്ക് ലോഡ് ചെയ്തിട്ടില്ല. ഞാൻ ആദ്യം കാണിച്ച മണ്ടത്തരം എന്ന് പറഞ്ഞില്ലേ, ആ ലിങ്ക് ലോഡ് ചെയ്യാതെ ബാക്കോട്ട് ഒന്നുകൂടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഹോളി ഹൗസ് നമുക്ക് കിട്ടത്തില്ല. ആ ലിങ്ക് എൻ്റെ വാട്സപ്പ് ചാനലിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് ചാനൽ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിലും കൊടുത്തേക്കാം. എന്തായാലും നിങ്ങൾ RG സ്റ്റോൾ എടുക്കുക. RG സ്റ്റോൾ എടുത്തിട്ട് നേരെ ആ ലിങ്ക് അങ്ങോട്ട് പേസ്റ്റ് ചെയ്യുക. ഈ നെറ്റ് ഓൺ ആക്കിയിട്ട് മാത്രമേ പേസ്റ്റ് ചെയ്യാവുള്ളൂ. നെറ്റ് ഓൺ ആക്കിയിട്ട് ജസ്റ്റ് പേസ്റ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് നെറ്റ് ഓഫ് ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ബാക്കോട്ട് ഒന്നുകൂടെ നമ്മുടെ ഗെയിമിലേക്ക് കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹോളി ഹൗസ് അവിടെ കാണാനായിട്ട് പറ്റും. എന്തായാലും ഞാൻ ഫുള്ളായിട്ട് ബാക്ക് പോയിട്ട് ഒന്നുകൂടെ നമ്മുടെ ഗെയിമിലേക്ക് കയറാനായിട്ട് പോവുകയാണ്. എന്തായാലും നിങ്ങൾ ഈ സ്റ്റെപ്പ് ഇതേപോലെ തന്നെ ഫോളോ ചെയ്യുക. ഈ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ വീഡിയോയുടെ എൻ്റെ വരെ വാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്തായാലും ഇപ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു ഹോളി ഹൗസ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഫുള്ളായിട്ടൊരു ഹോളിയുടെ തീമിൽ നല്ല രസമുണ്ടല്ലേ ഗീസ് കാണാൻ വേണ്ടിയിട്ട്. എന്തായാലും നിങ്ങൾക്ക് ഇത് എടുക്കേണ്ട രീതി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഹോളിയുടെ ഈ ഒരു പിക്ചേഴ്സ് നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് ചാനലിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. വാട്സപ്പ് ചാനൽ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം ഗീസ്. എല്ലാ കൂട്ടുകാരും ചെന്നൊന്ന് ജോയിൻ ആയിരിക്കാം. അതുപോലെ തന്നെ ഗീസ് ഇത് പക്കയായിട്ടുള്ളൊരു വീടാണ്. അപ്പുറത്തെ നമ്മൾ പോലീസ് സ്റ്റേഷനും അങ്ങനെ തന്നെ ആക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞൊന്നും വേറെ ഒന്നുമല്ല, നമ്മുടെ ഗെയിമിലേക്ക് ഒരു അടിപൊളിയായിട്ടുള്ളൊരു കാർ ആടാകാനായിട്ട് പോകുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഡെവലപ്പർ അത് ഹൈഡാക്കി വെച്ചിരിക്കുവാണ്. അപ്പോൾ ഈ അതിൻ്റെ പിക്ചേഴ്സൊക്കെ വന്നു കഴിഞ്ഞു. പക്ഷേ എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ള ലീക്കെന്ന് വെച്ചാൽ ആ കാറിന് പകരം വേറൊരു ഐറ്റമാണ് ആഡാക്കുന്നത്. നമ്മുടെ കണ്ടൻറ് ക്രിയേറ്റേഴ്സിന് അത് കൊടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങളെ ഒന്ന് പറ്റിക്കാനാണെന്നാണ് ഈ നമ്മൾ അറിഞ്ഞത്. എന്തായാലും അത് തന്നെ വരുമോയെന്നൊന്നും നമുക്ക് അറിയത്തില്ല. എന്തായാലും ഈ നമുക്ക് കണ്ടു നോക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലേക്ക്
വേറൊരു ഐറ്റം കൂടെ ആഡാകുന്നുണ്ട്. വേറൊന്നുമല്ല, അതിപ്പോൾ ആഡായിട്ടുണ്ട്. ആഡായി കഴിഞ്ഞാണ് ഞാൻ ആഡാകുന്നതിന് മുമ്പാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തു വെച്ചത്. അത് കാരണം അതിൻ്റെ റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റിയില്ല. എന്തായാലും നിങ്ങൾ ആവശ്യപ്പെടുവാണെങ്കിൽ അടുത്ത വീഡിയോയിൽ അതെങ്ങനെ എടുക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ സ്നേക്ക് മോൺസ്റ്റർ ഇല്ലേ ഗൈസ്, നമ്മുടെ സ്നേക്ക് മോൺസ്റ്റർ നമ്മുടെ ഗെയിമിലേക്ക് ആഡായിട്ടുണ്ട്. സ്നേക്ക് മോൺസ്റ്റർ എന്ന് വേണമെങ്കിൽ പറയാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇത്രമാത്രം ചെയ്താൽ മതി. അതിൻ്റെ ലിങ്ക് ഞാൻ വാട്സപ്പ് ചാനലിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് ചാനലിൽ കയറുക, ആ ലിങ്ക് അങ്ങോട്ട് നിങ്ങൾ എടുക്കുക. എന്നിട്ട് RGS സ്റ്റോളിൽ കൊണ്ടുപോയിട്ട് നമ്മുടെ ഇൻ്റർനെറ്റ് ഓൺ ആക്കിയിട്ട് ജസ്റ്റ് ലോഡ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ തന്നെ നിങ്ങൾക്ക് സാധനം നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടുന്നതായിരിക്കും. എന്നിട്ട് നിങ്ങൾ താഴെയായിട്ട് അപ്പോൾ ലിങ്ക് വന്ന് കിടക്കും. ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ കുറേയധികം ഒരു സ്നേക്ക് മോൺസ്റ്റേഴ്സ് നിങ്ങളുടെ ഗെയിമിലേക്ക് ആഡായിക്കൊണ്ടിരിക്കുന്നതായിരിക്കും. എന്തായാലും ഗൈസ്, ഇതിൻ്റെ ലിങ്ക് നമ്മുടെ വാട്സപ്പ് ചാനലിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് ചാനലിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ടും ജോയിൻ ആയിരിക്കാനായിട്ട് ശ്രമിക്കുക. വാട്സപ്പ് ചാനൽ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ എല്ലാ കൂട്ടുകാരും വന്ന് ജോയിൻ ആയിരിക്കുക. എന്തായാലും നിങ്ങൾ കണ്ടു നോക്കുക. അത്യാവശ്യം നല്ല രീതിക്ക് നമ്മുടെ വീടൊക്കെ നമ്മൾ ഹോളിയാക്കി മാറ്റിയിട്ടുണ്ട്. എന്തായാലും ഈ ഹോളിയുടെ പ്രിൻറ്റ് നമ്മുടെ വാട്സപ്പ് ചാനലിലാണ് കിടക്കുന്നത്. അത് സേവ് ചെയ്തിട്ട് BN1 തൊട്ട് BN10 വരെ നിങ്ങൾ ഡയൽ ചെയ്ത് സേവ് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇതൊക്കെ നമ്മുടെ ഗെയിമിലേക്ക് ആഡാക്കാനായിട്ട് പറ്റത്തുള്ളൂ. എന്തായാലും കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടുള്ള കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ഇൻസ്റ്റയിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുവാണെങ്കിൽ ഞാൻ അതും ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പം തന്നെ പോയിട്ട് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തായിരിക്കാവുന്ന ബെല്ലൈക്കൺ ഓപ്ഷൻ സെറ്റ് ചെയ്യാനായിട്ട് ഒട്ടും മറക്കരുത്. എന്നിട്ട് ഇന്ത്യൻ ബൈറ്റാണെങ്കിൽ നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഇപ്പം തന്നെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാരും അത് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ ഈ കുറേയധികം അടിപൊളിയായിട്ടുള്ള ഐറ്റംസ് ആണ് ഈ ഒരു അപ്ഡേറ്റ് നമ്മുടെ ഗെയിമിലേക്ക് കൊണ്ടുവരാനായിട്ട് പോകുന്നത്. കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞൊരു കാര്യമാണ്, നമ്മുടെ ഗെയിമിലേക്ക് ഹോളി ഗണ്ണ് ചിലപ്പോൾ ആടാനായിട്ട് ചാൻസ് ഉണ്ടെന്ന്. അപ്പോൾ ഈ ഏകദേശം ഇപ്പോൾ അത് കൺഫേം ആയിട്ടുണ്ട്. വൈകാതെ തന്നെ നമ്മുടെ ഗെയിമിലേക്ക് അപ്ഡേറ്റും വരുന്നതായിരിക്കും. പിന്നെ അടിപൊളിയായിട്ടുള്ളൊരു കാറ് കൂടെ ആഡാകുന്നുണ്ട്. ആ കാർ ഏതാണെന്ന് അടുത്തൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം ഗൈസ്. എന്തായാലും മാക്സിമം നിങ്ങൾ എല്ലാ കൂട്ടുകാരും വീഡിയോയുടെ എൻ്റെ വരെ കാണാനായിട്ട് ശ്രമിക്കാം. എൻഡിലാവുമ്പോൾ ഞാൻ അടിപൊളിയായിട്ടുള്ളൊരു ഗുഡ് ന്യൂസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഈ ടോം ആൻഡ് ജെറി നമ്മുടെ ഗെയിമിലേക്ക് വരാൻ പോകാമെന്ന് ഞാൻ ചെറിയൊരു ലീക്ക് കേൾക്കുന്നുണ്ട്. ടോമും ജെറിയും വരുവാണെങ്കിൽ അടിപൊളിയായിരിക്കും ഗെയ്സ്. അല്ല ഗെയ്സ്, എത്ര കൂട്ടുകാർക്ക് ടോം ആൻഡ് ജെറി നമ്മുടെ ഗെയിമിലേക്ക് വരുന്നത് ഇഷ്ടമാണെന്ന് ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ സിറ്റി ഫുള്ളായിട്ട് ചേഞ്ച് ആകാനായിട്ട് വരുവാണ്. ഇടയ്ക്ക് വെച്ച് നമ്മുടെ ആനിമൽസിൽ മോൺസ്റ്റർ ആനിമൽസിനെയൊക്കെ നമ്മുടെ ഗെയിമിലേക്ക് കൊണ്ടുവരുന്നത് നമ്മുടെ ഡെവലപ്പർ നിർത്തിയതാണോ? ഇപ്പോൾ പെട്ടെന്നാണ് നമ്മുടെ ആ സ്നേക്ക് മോൺസ്റ്റർ കണക്കത്തെ ഐറ്റമിനെ നമ്മുടെ ഗെയിമിലേക്ക് ആഡാക്കിയത്. എന്തായാലും ഗെയ്സ്, ഞാൻ ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാണ് അതിന് ആഡാക്കിയ കാര്യം ഞാൻ അറിഞ്ഞത്. അതിൻ്റെ ലിങ്ക് നമ്മുടെ വാട്സപ്പ് ചാനലിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരുവാണ്. വാട്സപ്പ് ചാനൽ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിലും കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ ഇത്ര മാത്രം ചെയ്താൽ മതി. അവിടെ പോയിട്ട് ആ ലിങ്ക് നിങ്ങൾ ലോഡ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ ഗെയിമിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അത് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ കുറേയധികം മോൺസ്റ്റർ ആയിട്ടുള്ള ആനിമൽസ് നമ്മുടെ ഗെയിമിലാണ് ഇപ്പോൾ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇടയ്ക്ക് വെച്ച് നമ്മുടെ ഡെവലപ്പർ നിർത്തിയതാണ്. ഇപ്പോൾ പിന്നെ ആഡാക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറേയധികം ആനിമൽസ് ഇനി നമ്മുടെ ഗെയിമിലേക്ക് ആഡാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ ഒന്ന് മസ്റ്റായിട്ടും താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതൊന്നും അറിയാത്ത നിങ്ങളുടെ കുറേയധികം കൂട്ടുകാർ കാണും. അവരിലേക്ക് മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ എല്ലാ കൂട്ടുകാരും ഷെയർ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അടിപൊളിയായിട്ടുള്ള നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിങ്ങിൻ്റെ അപ്ഡേറ്റ് വീഡിയോസ് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് പ്രതീക്ഷിക്കാം. എന്നാലും പെട്ടെന്നൊന്ന് പോയി ലൈക്ക് ചെയ്തിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്താൽ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ഓപ്ഷൻ സെറ്റ് ചെയ്യാനായിട്ട് ഒട്ടും മറക്കരുത്. എന്തായാലും ഈ ടോം ആൻഡ് ജെറി ചിലപ്പോൾ നമ്മുടെ ഗെയിമിലേക്ക് വരാനായിട്ട് വളരെയധികം ചാൻസ് ഉണ്ട്. പിന്നെ കുറേയധികം നാളായിട്ട് നമ്മുടെ ഡെവലപ്പർ നമ്മുടേക്ക് പറയുന്ന ഒരു കാര്യമാണ്, ബ്രോ മൾട്ടിപ്പിൾ പ്ലെയർ മോഡ് നമ്മുടെ ഗെയിമിലേക്ക് ആഡാക്കണോ വേണ്ടേന്നൊക്കെ കുറേ യൂട്യൂബേഴ്സിൻ്റെ ഗ്രൂപ്പിൽ അതിനെപ്പറ്റിയുള്ള മെസ്സേജ് ഇപ്പോഴും വരുന്നുണ്ട് ഗീസ്. പക്ഷേ നമ്മുടെ ഡെവലപ്പർ എന്തുകൊണ്ടാണ് അതിന് റിപ്ലൈ കൊടുക്കാതിരിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും അതിൻ്റെ ലീക്ക് കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ സെറ്റാക്കുന്നതായിരിക്കും, നിങ്ങളുടെയൊക്കെ പറയുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ എല്ലാവരും മിനി വെൽഷിൻ്റെയൊക്കെ പുറകെയാണ്. പക്ഷേ എന്നാലും ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് കളിക്കുന്നവർ കുറേ പേരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. എന്തായാലും ഇനിത്തോട്ട് ഇങ്ങോട്ട് നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് വീഡിയോസ് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് കാണാനായിട്ട് പറ്റും. എന്തായാലും മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ലവ് യു ഓൾ ആൻഡ് ടേക്ക് കെയർ.